100 ഏക്കറിലധികം വിസ്തീർണമുള്ള ഈ മലയിൽ നിന്നുള്ള ജലസ്രോതസ്സുകളാണ് വാണിമേൽ പഞ്ചായത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ജീവിതത്തിൻ്റെ ആധാരം. പഞ്ചായത്തിൻ്റെ കിഴക്കുഭാഗം പൂർണ്ണമായും മലകളാണ്. മലകൾക്ക് ചുറ്റുമുള്ള വീടുകളിൽ കിണർ ആവശ്യമില്ല. ഇവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നൂറുകണക്കിന് ഉറവുകളാണ് വാണിമേൽ പുഴയുടെ ജലസമൃദ്ധിക്കു കാരണം. ഇത് ചെന്നെത്തുന്നത് മയ്യഴിപ്പുഴയിലും. എന്നാൽ ഈ മലകളിൽ മിക്കതും ക്രഷർ നിർമ്മാണത്തിന് നൽകിക്കഴിഞ്ഞു. ക്രഷർ നിർമ്മാണത്തിൻ്റെ മറവിൽ വൻകിട ക്വാറികൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും തകൃതി. 5 കിലോമീറ്റർ പരിധിയിൽ 7 ക്വാറികൾ. അനധികൃത ക്വാറികളും ഇക്കൂട്ടത്തിൽപ്പെടും. ഫലത്തിൽ ഈ മലകളുടെ നാശമാണുണ്ടാവുക. ഉടുമ്പിറങ്ങി കളകപ്പാറ മലകളിലെ ക്വാറികൾക്കെതിരെ ജനങ്ങൾ സമരത്തിലാണ്. യാതൊരു പരിസ്ഥിതി പഠനങ്ങളോ ഒന്നും നടത്താതെയാണ് ഈ ക്വാറികൾക്ക് NOC നൽകിയിരിക്കുന്നത്. ഇത് ഏത് വിധത്തിലുള്ള ഖനനമാണോ, ഇത് ഏത് പ്രദേശങ്ങളിലാണോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ ഒരു ഗ്രാമസഭ വിളിച്ചുകൂട്ടി ജനങ്ങളുമായി ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. സമീപത്തെ വനമേഖലയെയും ക്വാറികൾ ദോഷകരമായി ബാധിക്കും. നിരവധി വീടുകൾക്ക് വിള്ളലുണ്ടായിട്ടുണ്ട്. ഈ വർഷം വരൾച്ചയും അനുഭവപ്പെട്ടു. എന്നാൽ NOC മാത്രമാണ് നൽകിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. പഞ്ചായത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ മുഴുവൻ അറിയിച്ചിട്ട് നമുക്ക് NOC കൊടുക്കാൻ കഴിയില്ല. NOC ലൈസൻസ് കൊടുക്കുമ്പോൾ ജനങ്ങളുടെ സമ്മതവും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കും. തൊട്ടടുത്ത നരിപ്പറ്റ പഞ്ചായത്തിലും നിരവധി കരിങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്നു. ക്യാമറ പേഴ്സൺ അനൂപ് CP-ക്കൊപ്പം നജാത്തുള്ള, മീഡിയ 1 കോഴിക്കോട്.